നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ അടുത്തിടെ ഇൻ്റർനെറ്റിൽ ഒരു ലേഖനം ഞാൻ വായിച്ചു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നാം കത്തികളാണെങ്കിൽ നോമ്പുകാലം നമ്മുടെ മൂർച്ച കൂട്ടാനുള്ള ഒരു സമയമാണ്. നാം കാറുകളാണെങ്കിൽ നോമ്പുകാലം സർവീസ് ചെയ്യാനും ഓയിൽ ചേഞ്ച് ചെയ്യാനുമുള്ള ഒരു സമയമാണ്. നാം പൂന്തോട്ടങ്ങളാണെങ്കിൽ നോമ്പുകാലം കള പറിക്കുവാനും വിത്തുകൾ പാകുവാനുമുള്ള സമയമാണ്. നാം ഒരു കാർപ്പറ്റാണെങ്കിൽ നോമ്പുകാലം അതിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അത് വൃത്തിയാക്കാനുള്ള ഒരു സമയമാണ്. നാം വിത്തുകളാണെങ്കിൽ നോമ്പുകാലം അത് പാകി മുളപ്പിക്കാനുള്ള സമയമാണ്. നാം ടേപ്പ് റെക്കോർഡറോ വീഡിയോ റെക്കോർഡറോ ആണെങ്കിൽ അതിൻ്റെ ഹെഡ് വൃത്തിയാക്കാനുള്ള സമയമാണ് നോമ്പ് കാലഘട്ടം. നാം ബാറ്ററികളാണെങ്കിൽ നോമ്പ് കാലഘട്ടം അത് വീണ്ടും റീചാർജ് ചെയ്യാനുള്ള സമയമാണ്. എന്നിട്ട് ഈ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്: നിർഭാഗ്യവശാൽ നാം കാറുകളല്ല, നാം കത്തികളല്ല, നാം പൂന്തോട്ടങ്ങളല്ല, നാം ബാറ്ററികളല്ല, നാം റെക്കോർഡറുകളല്ല, നാം മനുഷ്യരാണ്. പലപ്പോഴും നാം നമ്മുടെ കർത്തവ്യങ്ങൾ മാറ്റിവെക്കുന്നവരാണ്. ഈ നോമ്പുകാലത്ത് അത് വീണ്ടും ആരംഭിക്കാം. നാം അലസരായ മനുഷ്യരാണ്. ഉണർവോടുകൂടെ ഈ നോമ്പുകാലത്ത് മുന്നോട്ട് പോകാം. ആത്മീയ കാര്യങ്ങൾ നാം വേണ്ട എന്ന് വയ്ക്കുന്നവരാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ തിടുക്കത്തോടുകൂടെ നമുക്കത് നിർവഹിക്കാം. പലപ്പോഴും നാം നമ്മുടെ ഈ ഭൂമിയിലുള്ള ദൗത്യം, ലക്ഷ്യം മറന്നു പോകുന്നവരാണ്. നോമ്പുകാലത്ത് അത് നിറവേറ്റാനായി നമുക്ക് പരിശ്രമിക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ സന്തോഷകരമായ ഒരു ഈസ്റ്റർ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ്. മനസ്സിൻ്റെ നവീകരണത്തിലൂടെ രൂപാന്തരപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം.